അങ്ങനെ ഐശ്വര്യമായി ഒന്നും കഴിക്കാതാണ് കേട്ടോ ഇന്ന് സ്കൂളിലെത്തിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വിശപ്പ് തുടങ്ങി. അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം നല്ല വിശപ്പ്, എന്തെങ്കിലും കഴിച്ചേ പറ്റുമെന്നായി. അങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ എന്നും പോകുന്ന കടയിലല്ല ഇന്ന് പോയത്. നമ്മൾ ഇന്ന് കട മാറ്റി പിടിച്ചു. നമ്മുടെ സ്കൂളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു അമ്മച്ചി നടത്തുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ BEd കോളേജിൻ്റെ അടുത്തായിട്ട്, നമ്മുടെ സ്കൂളിൻ്റെ തന്നെ BEd കോളേജിൻ്റെ അടുത്തായിട്ടാണ് ഈ അമ്മച്ചിയുടെ കട. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ടീച്ചേഴ്സ് അവർ അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നേ. അവർ അപ്പവും മുട്ടക്കറിയാണെന്ന് തോന്നുന്നു, അതാണ് അവർ മേടിച്ചത്. ഞാൻ പിന്നെ പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു, സ്കൂളിൽ വന്നിരുന്ന് കഴിക്കാമെന്ന് വെച്ച്. ഇതൊക്കെയാണ് അമ്മച്ചിയുടെ കടയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ. പിന്നെ അത് മേടിച്ചുകൊണ്ട് ഞങ്ങൾ അതിന് അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ, നല്ല ഭംഗിയാണ് ഇവിടം, നിങ്ങൾക്ക് കടൽ കാണാൻ പറ്റും. ഞങ്ങൾ ഈ സ്ഥലത്തോട് പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളുടെ അടുക്കലായിട്ടൊരു വണ്ടി ഇങ്ങനെ വന്ന് സ്ലോ ചെയ്തു, ഒരു കാറ്. നോക്കിയപ്പം നല്ല പരിചയമുള്ള മുഖം. അയ്യോ, പെട്ടെന്നാണ് കത്തിയത്, ദൈവമേ അത് പ്രിൻസിപ്പൽ അല്ലേ എന്ന്. അതോടെ ഞങ്ങളുടെ ഉള്ള സന്തോഷമൊക്കെ അങ്ങ് പോയി കേട്ടോ. പിന്നെ ടെൻഷനായിപ്പോയി. അയ്യോ, പ്രിൻസിപ്പൾ കരുതത്തില്ലേ ഞങ്ങളിങ്ങനെ രാവിലെ സ്കൂളിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇറങ്ങി നടക്കുവാണെന്ന്. പിന്നെ തിരിച്ച് ഉള്ള മൂടൊക്കെ പോയി തിരിച്ച് സ്കൂളിലിങ്ങ് വന്ന് ഞങ്ങളുടെ കൂടെയുള്ള ടീച്ചേഴ്സാണ് കേട്ടോ, അവരും ഈ അമ്മച്ചിയുടെ കടയിൽ പോയി ഇത് മേടിച്ചുകൊണ്ട് വരിക. പിന്നെ ഞാൻ പൊറോട്ടയാണ് മേടിച്ചത്, പൊറോട്ടയും കിഴങ്ങ് കറിയും. അത് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം അറിഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽ മാമിൻ്റെ മീറ്റിങ്ങാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഒത്തിരി സമയമൊന്നും എടുത്തില്ല, കുറച്ച് സമയം. അങ്ങനെ മീറ്റിംഗൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് സ്റ്റാഫ് റൂമിൽ വന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗീത ടീച്ചർ അതിലേ വന്നത്. ടീച്ചർ ക്യാൻറ്റീനിൽ പോകുന്ന വഴി. അപ്പോൾ എന്നെ കണ്ടിട്ട് പറഞ്ഞ് വാ ഒരു കോഫി കുടിക്കാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട ടീച്ചറെ, ഞാൻ കോഫിയൊക്കെ കുടിച്ചിട്ടിരിക്കുക, ടീച്ചർ പോയി കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ടീച്ചർ അങ്ങ് പോയി. അങ്ങനെ വീണ്ടും ആൻസർ ഷീറ്റ് എടുത്തു, കറക്ഷൻ എത്രയും പെട്ടെന്ന് ചെയ്യണം. അത് മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ ക്ലാസ്സിൻ്റെയൊക്കെ ആൻസർ ഷീറ്റ് റീചെക്ക് ചെയ്യണം. അങ്ങനെ കുറേ ജോലിയുണ്ട്. ഇതിനിടയ്ക്കാണ് ഇവിടെ സീരിയസ് ഡിസ്കഷൻ ജൂബി സാറും ആര്യ ടീച്ചറും. അപ്പോൾ അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ ഒരു ഫോൺ മേടിച്ചു. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ കൂടുതലായി കേട്ടോ, ഒരു ഐഫോൺ. അപ്പം ജൂബി സാർ പക്ഷേ അത് അറിഞ്ഞില്ല. സാർ എന്നാണത് അറിഞ്ഞത്. അപ്പോൾ സാർ അത് വന്ന് ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം എത്രയും പെട്ടെന്ന് സാറും ഒരു ഐഫോൺ മേടിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ ജോലി കണ്ടിന്യൂ ചെയ്തു. എല്ലാവരും ബിസി ആകട്ടോ, എത്രയും പെട്ടെന്ന് ഈ കറക്ഷനൊക്കെ തീർക്കണമല്ലോ. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങളുടെ ജോലിയും നടന്നു, കാര്യം പറച്ചിലും നടന്നു. അങ്ങനെ ഏകദേശം 2 മണിയായപ്പോഴേക്കും എല്ലാവരോടും ബൈ പറഞ്ഞ് ഞാനും ഇറങ്ങി.